നമുക്ക് അനുഭവയോഗ്യമാകേണ്ട ചില വിധികൾ, ആ വിധികൾ ഭഗവത് സ്മരണയോടെ പോയി കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നമുക്ക് ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളെ എന്റെ തലവരയായി പോയി, എന്റെ ജന്മദോഷമായി പോയി എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പശ്ചാത്തപം ഒന്നിനും ഒരു പരിഹാരവുമല്ല. പറയുന്നുണ്ട്, നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് മാറ്റാൻ പറ്റത്തില്ല, പിന്നെ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, പിന്നെ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ രണ്ടിലും നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പരമമായ ഭക്തിയും പരമമായ വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ ഇതിനെയെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രീരാമചന്ദ്രനിലൂടെ വീണ്ടും ദൃഢതമമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ. അത് തന്നെയാണ് നമുക്ക് അഹല്യയിൽ കണ്ടത്. ദ്വാപരയുഗവും കഴിഞ്ഞ് ത്രേതായുഗം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ് അഹല്യയ്ക്ക് മോക്ഷം കിട്ടാൻ. അതേസമയം ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം, നിരന്തരമായി ജപിച്ചത് കൊണ്ട് മാത്രം ശ്രീരാമചന്ദ്രൻ ദ്വാപരയുഗത്തെ എടുത്തു മാറ്റി ത്രേതായുഗത്തിൽ എത്തിയിട്ട്, ത്രേതായുഗം രണ്ടാമത്തെ യുഗത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ശ്രീരാമചന്ദ്രൻ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു. ജീവിതത്തിലെ പ്രയാസങ്ങളെ എടുത്തു മാറ്റുന്നതിനെ മോക്ഷം എന്ന് പറയാം. അപ്പൊ ആ ഒരു മോക്ഷം ജീവിതത്തിലെ കറന്റ് ലൈഫില് മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ കലിയുഗത്തിന് കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്ന മന്ത്രജപം കൃത്യമായി ജപിച്ചേ പറ്റത്തുള്ളൂ. എന്താണ് ആ മന്ത്രജപം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതുകൊണ്ടാണ് പണ്ട് ഉള്ളവര് ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ, അത് വിഷ്ണു ക്ഷേത്രമായിക്കോട്ടെ, ശ്രീകൃഷ്ണ ക്ഷേത്രമായിക്കോട്ടെ, മഹാദേവരുടെ ക്ഷേത്രമായിക്കോട്ടെ, ദേവീ ക്ഷേത്രമായിക്കോട്ടെ, അവിടെ അഖണ്ഡനാമജപം എന്നൊരു ചടങ്ങുണ്ട്. ഈ അഖണ്ഡനാമജപം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു നാമം മാത്രമായിരിക്കും. ഇത് ഷോഡശനാമനാം 16 അക്ഷരമുള്ള കലിസന്ധാരണോ ഉപനിഷത്തിലെ മന്ത്രം അവിടെ നമ്മൾ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഈ ടൂണായിരിക്കും നമുക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രജപം കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കേൾക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായിട്ട് നമ്മൾ ജപിക്കണം. ആ ജപത്തിനൊരു സംഖ്യ ആവശ്യമാണ്. അതിനോണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റൗണ്ട് ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 പ്രാവശ്യമാണ്. ആ 108 ഗുണിതങ്ങളിലൂടെ ആയിരിക്കണം നമ്മൾ ജപം പോകേണ്ടത്. 108 ജപിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇനി വീണ്ടും ജപിക്കണം, അടുത്തൊരു 108 കൂടെ ജപിച്ച് നിർത്തണം. അല്ല, പകുതിക്കല്ല, ഒരു 108 കൂടെ നമുക്ക് ജപിക്കാം. അങ്ങനെ അങ്ങനെയാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. ആ ഒരു റൗണ്ടില് 108 പ്രാവശ്യം നമ്മൾ ജപിച്ച് നിർത്തണം. ഹരേ കൃഷ്ണ.